ഇനി അടുത്ത പടി എന്ത് എന്നുള്ളത് ആലോചിച്ചിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു വലിയ അവസരം വീണ് കിട്ടിയത്. ഇതിന് താങ്കൾ ആരോടാണ് നന്ദി പറയുന്നത്? അല്ല, ഇതിന് നന്ദി പറയേണ്ടത് ആരോടാ? തീർച്ചയായിട്ടും ദൈവത്തോടാണ് ഒന്നാമത് നന്ദി പറയേണ്ടത്. രണ്ടാമത് നന്ദി പറയേണ്ടത് ഈ കഷ്ടപ്പാട് അനുഭവിക്കുന്ന മലയോര ജനതയോടാണ്. മൂന്നാമത് നന്ദി പറയേണ്ടത് ഇവിടുത്തെ ബഹുമാന്യരായ UDF ലീഡർഷിപ്പിനോടാണ്. ഈ മൂന്ന് നന്ദിയും ഇതിലടങ്ങിയിട്ടുണ്ട്. ഇത്രയും വലിയൊരു രാഷ്ട്രീയ അവസരം ഉണ്ടാക്കി തന്നതിന് രാഷ്ട്രീയത്തിൽ എതിരെ നിൽക്കുന്ന ചില ആളുകളോട് താങ്കൾക്ക് നന്ദി തോന്നുന്നില്ലേ? അല്ല, അത് ഞാൻ ഇന്നലെ ഇറങ്ങിയപ്പോൾ പറഞ്ഞല്ലോ. ഇതിൽ ആദ്യത്തെ നന്ദി ഞാനത് വിട്ടുപോയതാ. ആദ്യത്തെ നന്ദി പിണറായിയോടും P ശശിയോടും മുഖ്യമന്ത്രിയുടെ ഓഫീസിനോടാണ് പറയേണ്ടത്. താങ്കൾ നിരന്തരം വിമർശനം ഉന്നയിച്ചിട്ടും എല്ലാ വിവാദങ്ങളുമായി ബന്ധപ്പെട്ടും P ശശിയോടും പിണറായി വിജയനോടും ഒക്കെ വലിയ വിമർശനം ഉന്നയിച്ചിട്ടും അങ്ങേക്ക് വീണ്ടും ഒരു UDF പ്രവേശനത്തിനുള്ള വഴി ഒരുക്കി തരികയായിരുന്നോ ഈ സംഭവ വികാസങ്ങളൊക്കെ? അല്ല, അതിപ്പോൾ ഏത് നിലക്കും ഓരോരുത്തർക്കും അത് ഏത് ആംഗിളിൽ വേണമെങ്കിലും കാണാം. എൻ്റെ വിഷയം UDF പ്രവേശനമായിരുന്നില്ല. എൻ്റെ വിഷയം UDF ഈ സമരം ഏറ്റെടുക്കണം, ഈ വിഷയം ഏറ്റെടുക്കണം. ഈ നിയമ ഭേദഗതി ഒരിക്കലും കേരളത്തിലെ നിയമസഭയിൽ വരാൻ പാടില്ല. ഇനി ഒരു മലയോര കർഷകനും ഒരു മൃഗത്തിൻ്റെ ചവിട്ടേറ്റോ കടിയേറ്റോ മരണപ്പെടാൻ പാടില്ല. അത് അത്രയും സീരിയസ് ആയിട്ടുള്ള ഇന്ന് കേരളം നേരിടുന്ന വിഷയം എന്താണെന്ന് ചോദിച്ചാൽ ഇത് തന്നെയാണ്. മുമ്പ് ഈ പറയുന്ന 1,30,00,000 പ്രശ്നമായിരുന്നെങ്കിൽ ഇന്ന് കോഴിക്കോട്ട് അങ്ങാടിയിൽ കുരങ്ങാണ്. എന്തിനേറെ പറയുന്നത്, ഹൈക്കോടതിയിൽ വരെ കുരങ്ങിൻ്റെ ശല്യം കൊണ്ട് അവിടെ കോടതി നടത്താൻ പറ്റാത്ത അവസ്ഥാവിശേഷമുണ്ട്. ഈ ഒരു സാഹചര്യം കേരളത്തിലെ ജനങ്ങളെ പൊറുതിമുട്ടിക്കുന്ന അവസ്ഥയിൽ ആൾറെഡി പൊറുതിമുട്ടി തുടങ്ങി. കോഴിക്കോട് അങ്ങാടിയിലേക്ക് ആനയും പുലിയും ഇറങ്ങുന്ന സമയം അതിവിദൂരമല്ല. അപ്പോൾ ഇതിനൊന്നും നിയന്ത്രിക്കണ്ടേ? ഇതിന് നിയമമാണെങ്കിൽ ആ നിയമത്തിൽ മാറ്റം വരുത്തണ്ടേ? ഇതിന് മാതൃകയായിട്ട് ലോകരാജ്യത്ത് ഒരുപാട് രാജ്യങ്ങൾ, ഡെവലപ്ഡ് കൺട്രീസ്, കാനഡ അടക്കം, ഓസ്ട്രേലിയ അടക്കം, അമേരിക്ക അടക്കം, ഫോറസ്റ്റുള്ള വലിയ രാജ്യങ്ങൾ ഇതൊക്കെ നിയന്ത്രിക്കുന്നുണ്ട്. അവിടെ ആവാസ വ്യവസ്ഥക്ക് കുഴപ്പമില്ല, അവിടെ മൃഗങ്ങളെ എണ്ണത്തിലധികമാകുമ്പോൾ കൊല്ലുന്നുണ്ട്. പക്ഷെ ഇതൊന്നും പാടില്ല. ഇവിടെ മനുഷ്യർ ചത്തോട്ടെ, അവരെന്ത് മൃഗീയതക്കും വിധേയമായിക്കോട്ടെ. ഇതെന്ത് നിയമമായത്? ഈ നിയമം ഉണ്ടാക്കുന്നത് ആരാ? ഇവിടുത്തെ നിയമസഭയും പാർലമെൻറ്റും അല്ലേ? ആ നിയമസഭയിലെയും പാർലമെൻറ്റിലെയും പ്രതിനിധികൾക്ക് ഇത് കണ്ണടച്ചിരിക്കാൻ പറ്റുമോ? ഭരണകൂട ഭീകരത എന്നല്ലാതെ ഇതിനെന്താ പറയാ? CPM-നെ എതിർത്തപ്പോൾ, മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ എതിർത്തപ്പോൾ അന്ന് താങ്കൾ മുന്നോട്ട് വെച്ച ഒരു പ്രശ്നം സംസ്ഥാനത്ത് പോലീസ് ഭരണം എന്നുള്ളതാണ്. പോലീസ് തലപ്പത്തുള്ള ചില ഉദ്യോഗസ്ഥർക്കെതിരെയായിരുന്നു. പക്ഷേ ഇപ്പോൾ UDF-നൊപ്പം ചേരാൻ ശ്രമിക്കുമ്പോൾ അത് വിട്ട് ഈ വനം ഭേദഗതി ബില്ല് എന്ന് പറയുന്ന പ്രശ്നത്തിലേക്ക് താങ്കൾ മുദ്രാവാക്യം മാറ്റുകയാണോ? മറ്റത് ഉപേക്ഷിച്ചോ? അല്ല, അത് വിട്ടുന്ന് താങ്കളോട് ആരോ പറഞ്ഞ സഹോദരൻ? അത് ലൈവായിട്ട് നിൽക്കുകയാണല്ലോ. എനിക്കിനി അതിനെന്താ ചെയ്യാൻ പറ്റുക? എനിക്കിനി അതിൽ ഒരു റിപ്പോർട്ട് കൊടുത്താൽ ഈ റിപ്പോർട്ടിലുള്ള അപാകതകളെയും അജിത് കുമാറിനെയും സുജിത് ദാസിനെയും രക്ഷപ്പെടുത്താൻ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവൃത്തിയും ആ റിപ്പോർട്ടിലുണ്ടാവുമല്ലോ. അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കോടതിയിൽ പോകാനല്ലേ എനിക്ക് സാധിക്കുള്ളൂ. അതുകൊണ്ടത് വിട്ടുപോയി എന്നില്ലല്ലോ. ഇന്നും രാവിലെ എണീറ്റ് നമുക്കത് പറയാൻ കഴിയില്ലല്ലോ. ഇപ്പം സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ വിഷയം ഇപ്പോഴല്ല, കഴിഞ്ഞ 10-15 വർഷമായിട്ട് ഞാനൊരു മലയോര മേഖല, ഒരു മലയിലാണ് ഞാനും ജീവിക്കുന്നത്. ഇവിടെ നേരം വെളുത്താൽ വാതിൽ തുറന്നാൽ കണി കാണുന്നത് പന്നിയാണ്, അത് കഴിഞ്ഞാൽ കുരങ്ങാണ്, കുറച്ച് അങ്ങോട്ട് പോയ ആനയാണ്, അപ്പുറത്തേക്ക് പോയ പുലിയാണ്. അപ്പോൾ ഇത് ഇനി എങ്ങനെ ഇത് മാനേജ് ചെയ്യും? ഇതിന്റെ വന്ധീകരണം നടത്തുകയും ഒരു വലിയ മേഖലയിലെ ജനങ്ങളെ അപ്പാടെ ബാധിക്കുന്ന വിഷയമാണ്. ആ വിഷയം ഏറ്റെടുത്തതിന്റെ പേരിൽ താങ്കൾക്ക് ജയിൽവാസം അടക്കം അനുഭവിക്കേണ്ടി വന്നു എന്നുള്ളത് അവർ കാണുന്നുമുണ്ട്. അത് വലിയ ഇൻവെസ്റ്റ്മെന്റ് ആണ് താങ്കളെ സംബന്ധിച്ചിടത്തോളം. എന്താ നമുക്ക് നമ്മുടെ വനം വകുപ്പിന്റെ ഒരു കാഴ്ചപ്പാടിനെ പറ്റി എന്താണ് പറയാനുള്ളത്? അന്ന് ആന ചവിട്ടി ഒരു യുവാവ് കൊല്ലപ്പെടുന്ന സാഹചര്യത്തിൽ അന്ന് പറഞ്ഞത് വനത്തിലൂടെ വഴി വെട്ടുമ്പോൾ ആലോചിക്കേണ്ടതുണ്ടെന്നാണ്. കഴിഞ്ഞ ദിവസം പറഞ്ഞത് പാമ്പ് കടിയേറ്റാണ് കൂടുതൽ ആളുകൾ മരിക്കുന്നത് എന്നുള്ളതാണ്. ഈ ഒരു നിലപാട് ഇതെന്തുകൊണ്ടാണ് ഈ നിസ്സംഗത ഉണ്ടാവുന്നത്? ഇതിൽ നമ്മൾ കേരളീയ പൊതുസമൂഹം മനസ്സിലാക്കേണ്ടത്, ഇവിടെ റിസർവ് വനങ്ങളാണ് എല്ലാ സ്റ്റേറ്റിലും ഉള്ളത്. ഇവിടെ റോഡ് വെട്ടുന്ന വനത്തിലൂടെ റോഡ് വെട്ടിയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ മന്ത്രി അല്ലെങ്കിൽ ആ ഉദ്യോഗസ്ഥൻ എത്ര വിഡ്ഢിയാണ്? അല്ലെങ്കിൽ കേരളത്തിലെ 3.5 കോടി ജനങ്ങളെ അവർ വിഡ്ഢിയാക്കുകയാണ്. കാരണം ഇവിടെ 977 ഇവിടെ ഉടമസ്ഥതയില്ലാതെ കിടന്നിരുന്ന ഒരുപാട് ഭൂമികൾ, ആ ഭൂമികൾ ഫോറസ്റ്റിന് കൈമാറിയിട്ട് ജനവാസ പ്രദേശങ്ങളിലെ ആ ഭൂമികൾ ഫോറസ്റ്റിന് കൈമാറി അവിടെ വനം വെച്ച് പിടിപ്പിച്ച് വനമാക്കി. അതാണ് ഈ വെസ്റ്റഡ് ഫോറസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ജനങ്ങൾ ജീവിക്കുന്നിടത്ത് ഒഴിഞ്ഞു കിടന്ന ഭൂപ്രദേശങ്ങൾ ഫോറസ്റ്റ് ഏറ്റെടുക്കുകയും അവിടെ മരം വെക്കുകയും അവിടെ വന്യജീവികൾ വന്ന് താമസമാക്കുകയും അത് പെറ്റുവരികയും ചെയ്തു.
ഈ റോഡൊക്കെ അതിൻ്റെ മുമ്പുള്ളതാണ്. ഈ മന്ത്രിക്ക് അതറിയില്ല, അല്ലെങ്കിൽ ആ ഉദ്യോഗസ്ഥന്മാർക്ക് അത് അറിഞ്ഞാലും അത് പൂഴ്ത്തി വെക്കുകയാണ്. അതിന് രേഖകൾ ഉണ്ടാവില്ല. കാരണം പതിറ്റാണ്ടുകളായി, നൂറ്റാണ്ടുകളായി മലയോര കർഷകർ ഉപയോഗിച്ചിരുന്ന അവരുടെ കാളവണ്ടിയും പോത്തുവണ്ടിയും ആന മരം വലിച്ചിരുന്ന കൂപ്പിൽ നിന്ന് മരം ഇറക്കിയിരുന്ന റോഡുകളാണ് ഇതൊക്കെ. ജനങ്ങൾ ഉപയോഗിച്ചിരുന്ന റോഡാണ്. ഇതിൻ്റെ പല വശങ്ങളിലും വെസ്റ്റഡ് ഫോറസ്റ്റ് ഭൂമി വെസ്റ്റ് ചെയ്തെടുത്ത് ഫോറസ്റ്റ് ഉണ്ടാക്കി അവിടെ മൃഗം നടത്തിയപ്പോൾ ഇപ്പം മന്ത്രി ചോദിക്കുകയാണ് എന്തിനാ ഫോറസ്റ്റിൽ റോഡ് ഉണ്ടാക്കിയതെന്ന്. ഇത് എന്ത് വിരോധാഭാസമാണ്, എന്ത് തോന്നിവാസമാണ് എന്നുള്ള വിമർശനം കേൾക്കേണ്ടി വരുന്നത്. അല്ലെങ്കിൽ പിന്നെ കുഴപ്പമില്ലായിരുന്നല്ലോ, നടന്നു പോയാൽ പോരായിരുന്നോ? ഇതിപ്പോ അങ്ങേ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി രാത്രി 2 വണ്ടി പോലീസ് ഉണ്ടായിരുന്നു, അവർക്ക് വരാനുള്ള എല്ലാ ചെലവും ഉണ്ടായിരുന്നു, വലിയ സന്നാഹം ഉണ്ടായിരുന്നു. ഈ സന്നാഹമൊക്കെ ഉപയോഗിക്കേണ്ട ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടല്ലേ? അവിടെ ഡീസൽ അടിക്കാൻ കാശില്ല, മറ്റുള്ളതിന് എല്ലാത്തിനും കാശുണ്ട്. അല്ല, അതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ കുട്ടമ്പുഴയിൽ ഞാൻ സഹോദരൻ മരിച്ചിട്ട് ആ വീട്ടിൽ പോയതാണ്. രാത്രിയാണ് ഞാൻ ചെല്ലുമ്പോൾ അവിടെയുള്ള ഫോറസ്റ്റ് RRTയുടെ വണ്ടിയുണ്ട്. ആ വണ്ടിയിലെ ഉദ്യോഗസ്ഥന്മാർ എൻ്റെ അടുത്ത് വന്നത്, സാറേ ഞങ്ങൾക്കൊരു ടോർച്ച് പോലും ഇല്ല, സാർ ഒരു ടോർച്ചെങ്കിലും അറേഞ്ച് ചെയ്യാൻ ഒന്ന് വിളിച്ച് ആരോടെങ്കിലും പറയണമെന്ന്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എന്തൊരു ദയനീയമാണ്. റാപ്പിഡ് ആക്ഷൻ ഫോഴ്സാണ് RRT. ആ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിനെ അവിടെ മന്ത്രിയും കലക്ടറും ഉൾപ്പെടെ ജനപ്രതിനിധികൾ ഉൾപ്പെടെ പറഞ്ഞ് അന്ന് സെറ്റിൽമെൻറ്റിൻ്റെ ഭാഗമായിട്ട് RRT അവിടെ വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞ RRTയെ അന്ന് രാത്രി 11 മണിക്ക് മരിച്ച വ്യക്തിയുടെ ആ വീട്ടിലേക്ക് ഞാൻ പോകുമ്പോൾ അവരെന്നോട് പറഞ്ഞതൊരു ടോർച്ച് വാങ്ങിത്തരാൻ സാറൊന്ന് ഇടപെടണം. എന്താ ഇതിന് പറയുക? എന്നിട്ടാണ് ഈ മന്ത്രി കിടന്നിട്ട് വീമ്പളക്കുന്നത്. മനസ്സിലായില്ലേ? ഇത്ര ദയനീയമാണ്. കോടികളല്ലേ ബിൽഡിങ്ങിന് വേണ്ടി ചിലവാക്കുന്നത്. കോടികളാണ് ഇവർക്ക് യാത്ര ചെയ്യാനുള്ള ആഡംബര കാറുകൾ ഈ IFS ഓഫീസർമാർക്ക് വേണ്ടി വാങ്ങുന്നത്. ആകെ ഇവിടെയുള്ള 7000 ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരാണ് ഉള്ളത്. അതിനിവിടെ 75 IFSകാരുണ്ട്. 5.5 ലക്ഷം പോലീസ് സേനയും ഫയർഫോഴ്സും ഇവിടെയുള്ള ഈ 2 സേനക്കും കൂടി ആകെ 400 IPSകാരും IFSകാരും IR ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം ഒന്ന് ആലോചിച്ച് നോക്കും നിങ്ങൾ. എത്ര കോടി രൂപ അവർക്ക് ശമ്പളം കൊടുക്കുന്നത്? അതിൻ്റെ 10 ഉദ്യോഗസ്ഥന്മാരുണ്ടെങ്കിൽ നിയന്ത്രിക്കാൻ സാധിക്കും. അപ്പോൾ ദൂർത്തടിക്കുക. ജനങ്ങളെ രക്ഷിക്കാൻ ഒരു പൈസ ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇത് പർപ്പസ്ഫുള്ളിയാണ്. ജനങ്ങൾ നിർബന്ധിത സാഹചര്യം ഒരുക്കുകയാണ്. വന്യമൃഗങ്ങളുടെ ശല്യം കൊണ്ട് ഈ വെസ്റ്റേൺ ഗഡ്സിൽ ഒരാളും ജീവിക്കരുത്, അവരിറങ്ങിപ്പോകണം, അവിടെ വനവൽക്കരണം നടത്തണം എന്ന ഒരൊറ്റ ദുരുദ്ദേശമാണ് ഇതിൻ്റെ പിന്നിൽ.